ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരന് പോകുന്ന വഴിക്ക് ഒരു കുറച്ച് മിനിറ്റ് നേരത്തേക്ക് ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ഹോപ്പ് ബിസിനസ്സാണ്. അപ്പൊ ഈ മുഴുവൻ പേരിലേക്ക് ശുഭപ്രതീക്ഷ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ വേറെ ഏത് പരിപാടിയാണുള്ളത്? എടുക്കുന്ന സമയത്തും അത് പോക്കറ്റിലായിരിക്കുന്ന സമയത്തും നമ്മൾ 5 കോടിയുടെ ഉടമയാണ് കുറച്ച് നേരത്തേക്ക്. ചിലപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞാണ് നോക്കുന്നെങ്കിൽ ആ ഒരാഴ്ച സമയം നമ്മുടെ ഈ പേഴ്സിനകത്ത് 5 കോടി ഇരിക്കുക തന്നെയാണ്. ആ ആനന്ദം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുമുണ്ട്. ഈ ലോട്ടറി എടുത്ത് പോക്കറ്റ് വെച്ചാൽ അത് ആഹ്ലാദത്തിന്റെ കാലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ലോട്ടറി മാത്രമല്ല, നമുക്ക് താൽക്കാലികമായ ആഹ്ലാദം പകരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങ് പറയുന്നതെന്ന് വെച്ചാല് ലോട്ടറി എടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലോട്ടറി കിട്ടാൻ പോകുന്ന പീരീഡിൽ അവരനുഭവിക്കുന്ന അനന്തമായ ഒരു ആഹ്ലാദം, ഒരു ആനന്ദം തീർച്ചയായിട്ടും. ആ ആനന്ദം വേണമെന്നാ പറയുന്നത്. ആ ആനന്ദത്തിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ട് ആനന്ദന്മാരെ അവസാനം ഈ വലിയ പ്രതീക്ഷയില് അമ്പരചുംബിയായി പ്രതീക്ഷ നിൽക്കുമ്പോൾ അടിച്ചില്ലെന്നറിയുമ്പോൾ തറ പറ്റത്തില്ല. അല്ല, അമ്പരചുംബിയ പ്രതീക്ഷ അവിടെ ഇല്ല. ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്, ആ സന്തോഷമുണ്ട്. ആ മനഃശാസ്ത്രം നമ്മൾ സിആറിന് എന്താ അറിയാതെ പോയത്? നമുക്കൊന്ന് ചോദിക്കാം. സിആർ അതൊരു ആഹ്ലാദത്തിന്റെ പ്രതീക്ഷയാണെന്ന് അദ്ദേഹം പറയുന്നത്. അല്ല, അത് പ്രതീക്ഷയാണോ അതിമോഹമാണോ എന്നുള്ളത് 20 ലക്ഷം പേരിൽ ഞാൻ ഒരാളാവും എന്ന് പ്രതീക്ഷിക്കുന്ന മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി തിയറി ഉണ്ടല്ലോ, ആ തിയറിയിൽ ഞാനങ്ങ് വിശ്വസിച്ചു പോവാ. അതിന് അതൊരു അതിമോഹം എന്നേ ഞാൻ പറയൂ. അത് പ്രതീക്ഷ എന്തിനും ഉണ്ടാവാം. ആഹ്ലാദം ആഹ്ലാദം പ്രതീക്ഷയിലാണ്. ഈ അതിമോഹത്തിലൊരു ആഹ്ലാദം ഉണ്ടല്ലോ. ഞാൻ നാളെ ഡൈസിലിരിക്കുന്ന ഇന്നിപ്പോ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞവര് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്, അതിമോഹികളല്ല. അവർക്ക് കിട്ടിയ തോൾ ഉദാഹരണം പറയാണ്, വളരെ നല്ല മനുഷ്യർക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല മനുഷ്യർക്കാണ്. അത് അവരെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് പ്രശ്നം അതല്ല. ഒരിക്കലും ലോട്ടറി എടുക്കുന്നതാക്കുന്നു എന്നുള്ളതാ. ഒരു പണിയും ചെയ്യാതെ എനിക്ക് എന്റെ കടം വീട്ടാം എന്ന് കഴിയാ. പണ്ട് നിധി അന്വേഷിച്ച് പോയിരുന്ന ആളുകളില്ലേ, ഏതാണ്ട് അതേ മനസ്സ് തന്നെയാണിത്. നിധി അന്വേഷിച്ച് മെക്കനാൻസ് ഗോൾഡ് സിനിമ പോലെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ലോട്ടറി എന്ന് പറയുന്നത് ഒരു ചിട്ടി പോലെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്. അതൊരു ഡ്രോ സംവിധാനമാണ്. അത് ഇത്ര പെർസെന്റേജ് ആളുകൾക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, കേരള ലോട്ടറി 4 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ എല്ലാം സംസാരിക്കുന്ന 1ാം സമ്മാനത്തെ പറ്റി മാത്രമാണ്. 1ാം സമ്മാനം മാത്രമല്ല, 4 ഒരുപാട് സമ്മാനങ്ങളുണ്ട്. നിക്കണേ, ഒരു 1ാം സമ്മാനം മാത്രമാണ് ഈ ലോട്ടറി എന്നെ അവസാനിച്ചു എന്നറിയോ? ഇതെല്ലാവർക്കും ചെറിയ അഭിപ്രായത്തോടെ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ലോട്ടറിയാണ് ദുബായിലുള്ള. നമ്മൾ കേൾക്കുന്നില്ല, 36 കോടി അടിച്ചു, 50 കോടി. അവരൊക്കെ ഒരു സമ്മാനം മാത്രമേ കൊടുക്കുന്നുള്ളൂ, എന്നിട്ടും എടുക്കുന്നില്ല ആളുകൾ. അല്ലല്ല, അതാണ് വ്യത്യാസം. ഇവിടെ അങ്ങനെ ഒരു സമ്മാനം മാത്രമാക്കിയാൽ ഈ ലോട്ടറി നിന്ന് പോകും. കാരണം ദുബായ് ലോട്ടറിയുടെ ഗുണം എന്ന് വെച്ചാൽ അതിന്റെ പലതരത്തിലുള്ള ആളുകളാണ് വരുന്നത്. ഇതൊരൊറ്റ സമൂഹത്തിലാണ് നിങ്ങൾ പറയണേ. ഒരു 20 ലക്ഷം 20 ലക്ഷം ആളുകളിൽ ഒരാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്റെ മോഹം കുറവാണ്. ഇതിപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ 2 ലക്ഷം ആളുകൾക്ക് 5000 രൂപ, 500 രൂപ, 50 രൂപ കിട്ടും. ഞാൻ മുടക്കിയ കാശിനേക്കാൾ കൂടുതൽ കിട്ടും എന്നൊരു പ്രതീക്ഷ കുറെ ആളുകൾക്ക് കിട്ടും. ഒരിക്കൽ പ്രതീക്ഷയുടെ മോഹവലയത്തിലാണ്. അതാണ് ഞാൻ ദുബായിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാം ആളുകൾ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയില് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹമൊക്കെ ചെയ്ത ആളുകളെ സഹായിച്ച വ്യക്തിയാണ്. ഈ പ്രതീക്ഷയുടെ ആഹ്ലാദം എന്ന് പറയുന്നത് അങ്ങ് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളുള്ള ആളുകള്, ഈ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആളുകളെ സഹായിക്കാനുള്ള ആളുകൾ അവരെങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും? അവരുടെ വളരെ ചെറിയ വരുമാനത്തിൽ പലപ്പോഴും പലതും ചെയ്യാൻ പറ്റത്തില്ല. അനൂപിന് ഈ ആഹ്ലാദം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? സാറ് പറഞ്ഞില്ല, പ്രതീക്ഷയുള്ള ആളെ 1-2 ഇല്ല. ടിക്കറ്റ് എടുത്ത സമയത്ത് 66 ലക്ഷം ടിക്കറ്റാണ് വിറ്റുപോയത്. ഇപ്പൊ പോയത് 75 ആഹ്ലാദം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 75 ലക്ഷമായി ടിക്കറ്റ് വിറ്റത്. എന്തുമാത്രം ആൾക്കാരുണ്ട്. ഈ അനൂപിന് ഈ കോടി അടിച്ചതിന് ശേഷമാണോ ഇത്തിരി ഗൗരവക്കാരനായത്? പണ്ടൊക്കെ ഇത്തിരി തമാശക്കാരനായിരുന്നു. ഇപ്പൊ ധാരാളം ആൾക്കാർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ സാറ് പറഞ്ഞു പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയുടെ ആഹ്ലാദം എന്നാണ് സൈക്കോളജി പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്ര പേരാണ് ലോട്ടറി അടിച്ചിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത്? എടുത്തിട്ടില്ലല്ലോ. എത്രയോ പേര് കേരളത്തിൽ എത്ര ആൾക്കാരാണുള്ള കാര്യം. എനിക്ക് അത്ര ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ വഴി കിടന്ന് എനിക്ക് കിട്ടുന്ന ടിക്കറ്റും കിട്ടും. 50 രൂപ ടിക്കറ്റ് കിട്ടി എനിക്ക് 1 കോടി. ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്രത്തിൽ വഴി ടിക്കറ്റ് കിട്ടണേ. 50 രൂപ സാറേ, കേരളത്തിലെ എത്രയോ ലക്ഷം ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കാറുണ്ട് ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാര് ശരിക്കും കൂലിപ്പണി ചെയ്തിട്ട് അന്നുള്ള പ്രതീക്ഷയാണ്. അല്ല, അങ്ങനെയുള്ള ആൾക്കാര്
കിട്ടുന്ന വരുമാനത്തിന്റെ പകുതിയോളം ഇല്ല, ഇല്ല, ഇല്ല. എടുത്ത് അങ്ങനെയുണ്ടോ? കളയുക. ഞങ്ങള് പറയുന്നത് അങ്ങനെ കളയുന്നുണ്ട്. റെസ്പോൺസിബിൾ പാർട്ടിസിപ്പേഷൻ ആണ് വേണ്ടത്. അല്ല ജയകുമാർജി, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലോട്ടറീസ് വളരെ ഫേമസ് ആണല്ലോ. അതെ. അല്ല, ഇദ്ദേഹം പറയുന്നത് അവരുടെ വരുമാനത്തിന്റെ മേജർ പാർട്ട് തന്നെ ലോട്ടറി ലോട്ടറി എടുത്ത് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഉണ്ട് സാറേ, ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നശിച്ചു ഒരു സിനിമയിൽ ഒരു കഥാപാത്രം അങ്ങനെ അഡിക്ഷൻ ആയിട്ട് അല്ല, അത് തെറ്റായ അത് അങ്ങനെ ലോട്ടറി എടുത്ത് നശിച്ചു പോയവരുണ്ടോ? ഒരു സിനിമയിൽ നമ്മുടെ സലീം കുമാർ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. സലീം കുമാർ അവസാനം ആത്മഹത്യ ചെയ്യാണ്. എനിക്ക് പേഴ്സണലി ഒരാളെ അറിയാം. എന്റെ വീടിനടുത്ത് ഒരാളെ അറിയാം. ഏകദേശം ഒരു 35 വർഷമായിട്ട് ഈ മേഖലയുള്ള ഒരാളാ. എന്റെ അനുഭവത്തില് എനിക്ക് എന്റെ സ്ഥാപനത്തിലോ അല്ലെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളോ ഇന്ന് വരെ ഒരാള് പോലും പിന്നെ ലോട്ടറി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ള നേരെ തിരിച്ചൊരു അഭിപ്രായമാണ്. ലോട്ടറി എടുക്കുന്നത് കൊണ്ട് പലരും ആത്മഹത്യ ചെയ്യാതിരിക്കുന്നുണ്ട്. അവര് പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോവാ അല്ലെ? അനുവിന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? അനുവിന്റെ കാര്യമല്ല. അല്ല, മനഃശാസ്ത്രജ്ഞനോട് ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. ഇങ്ങനെ ഒരു ഓപ്പ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആഗ്രഹവും പ്രതീക്ഷയും നല്ലതാണ്. സാറൂടെ പറഞ്ഞ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏത് പ്രവർത്തനത്തിനും നമുക്ക് അഡിക്ഷനും ഉണ്ടാകാം. ഈ കാര്യം നല്ല ഏത് കാര്യത്തിനും. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി ആൻഡ് മോഡറേഷൻ, ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഏത് കാര്യത്തിലും അഡിക്ഷൻ വരാം. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അഡിക്ഷന് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് ആണ്, അതിന് പരിഹാര മാർഗമാണ്, അതിന് ചികിത്സയാണ്, അതിനൊരു സാമൂഹികമായ ബന്ധപ്പെട്ട ആളുകൾ വലിയ കൗൺസിലിംഗിന് പോകണമെന്നില്ല, സ്വാഭാവിക ഉപദേശം മതി, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.